വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. സോ അത് കുറച്ചുകൂടി ഒന്ന് ഈസി ആക്കാനും ടൈം സേവ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള കുറച്ച് ഈസി ടിപ്സ് അതാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. സോ ലെറ്റ്സ് വാച്ച്. നമ്മൾ റെഗുലർലി യൂസ് ചെയ്യുന്ന ടോപ്സ്, ഇതുപോലെയുള്ള ടോപ്സിൽ ഇതിൻ്റെ സൈഡിൽ കുറച്ച് സ്ട്രാപ്സ് കാണാമല്ലേ. ഇപ്പോൾ ഇതിൽ ആദ്യം ഫ്രണ്ടിൽ കാണുന്നത് ഇതിൻ്റെ സ്ലീവാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സൈഡിൽ വരുന്നുണ്ടല്ലോ ഈ സ്ട്രാപ്സ്. ഇതൊക്കെ എന്തിനാണെന്ന് ആദ്യം കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ. ആൻഡ് ഈ ഒരു ഡ്രസ്സിലല്ല, ഇതുപോലെയുള്ള ഇപ്പോൾ വരുന്ന ഓൾമോസ്റ്റ് ഡ്രസ്സസിൽ, ഇതുപോലെയുള്ള ഡ്രസ്സസിൽ എല്ലാത്തിലും ഇത് കാണുന്നുണ്ട്. ആൻഡ് ഇത് വേറൊരു ഡ്രസ്സിലുള്ളതാണ്. ആൻഡ് ഈ ഒരു സ്ട്രാപ്പ് ഓൾമോസ്റ്റ് ആൾക്കാർക്കും ഡൗട്ടായിരിക്കും. എനിക്കും ഡൗട്ടായിരുന്നു, ഇത് കട്ട് ചെയ്ത് കളയണോ എന്നൊക്കെ ഞാൻ തിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് തന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെയുള്ള ഹാങ്ങറിൽ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ട്രാപ്സ് തന്നിരിക്കുന്നത്. ആൻഡ് എനിക്ക് ചെറിയൊരു ത്രോട്ട് ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് വോയിസ് ഇച്ചിരി പ്രശ്നമായിരിക്കും. ആൻഡ് സോറി ഫോർ ദാറ്റ്. ആൻഡ് ഇതുപോലെയുള്ള ഹാങ്ങേഴ്സിൽ നമുക്കിത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെയുള്ള സ്ട്രാപ്സ് ഓൾമോസ്റ്റ് ഡ്രസ്സസിലും തരുന്നത്. സോ ഇനി എന്തായാലും കട്ട് ചെയ്യാൻ നിൽക്കേണ്ട, ഇതുപോലെ ഹാങ് ചെയ്തിട്ടാൽ മാത്രം മതി. ആൻഡ് ഇത് ഹാങ് ചെയ്തിടുമ്പോൾ നമുക്ക് വരുന്ന വേറൊരു പ്രോബ്ലമാണ്, ഇപ്പോൾ ചിലരുടെ വാർഡ്രോബോ അല്ലെങ്കിൽ കബോർഡോ ഒക്കെ ഇതുപോലെ ഫുൾ ഇത്രയും ലെങ്ത് ഉള്ളതായിരിക്കത്തില്ല. സോ ഈ ഒരു എഡ്ജ് വന്ന് നമ്മുടെ ടോപ്പിൻ്റെ ആ ബോട്ടം സൈഡ് വന്നിട്ട് ടച്ച് ചെയ്യാനോ അല്ലെങ്കിൽ മടങ്ങാനോ ചാൻസ് ഉണ്ട്. സോ അതിന് വേറൊരു ഐഡിയ ഉണ്ട്. ഇതേപോലെ രണ്ടായിട്ട് അങ്ങനെ ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതി. എന്നിട്ട് ആ ഡ്രസ്സിൻ്റെ എഡ്ജ് വന്നിട്ട് ഇതേപോലെ ഹാങ്ങറിലൊന്ന് ഹാങ് ചെയ്തിടുക. എന്നിട്ട് നമ്മുടെ ഇതിലുള്ള സ്ട്രാപ്സ് ഉണ്ടല്ലോ, ഇതിൽ രണ്ട് സൈഡിൽ നിന്നിരിക്കുന്ന സ്ട്രാപ്സ് നമ്മുടെ ഹാങ്ങറിൽ ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്താൽ ഹാങ്ങറിൽ സൂപ്പർബായിട്ട് ഇത് ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. നമ്മുടെ കബോർഡിലും നല്ല രീതിയിൽ സ്പേസ് കൂടുതൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ആൻഡ് ടിപ്പ് നമ്പർ 2, നമ്മുടെ ഹാങ്ങേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ചില ഡ്രസ്സസ് ഇതിൽ നിന്നിങ്ങനെ സ്വൈപ്പ് ചെയ്ത് പോകാനായിട്ട് ചാൻസ് ഉണ്ട്, തെന്നി താഴോട്ട് വീഴാനായിട്ട് ചാൻസ് ഉണ്ട്. ആൻഡ് ചില ഹാങ്ങറിൽ ഇതുപോലെ ഡോട്ട്, ഈ ഒരു ഹാങ്ങറിൽ ഡോട്ട് ഉണ്ട്, അതുകൊണ്ട് അത് പോകത്തില്ല. അതിന് വേണ്ടിയിട്ടൊരു ട്രിക്കാണ്, 2 റബ്ബർ ബാൻഡ് എടുക്കുക. ഈ 2 സൈഡിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ബാൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് സ്ലിപ്പ്, നമ്മൾ ഏത് ഡ്രസ്സ് ഇട്ടാലും അത് ചില ഡ്രസ്സൊക്കെ തെന്നി വീഴാൻ ചാൻസ് ഉണ്ട്. സോ ഇതുപോലെ 2 റബ്ബർ ബാൻഡ് 2 സൈഡിലും കൊടുത്തു കഴിഞ്ഞാൽ ആ ഡ്രസ്സസ് വീഴത്തില്ല, അതുപോലെ ഫിറ്റ് ആയിട്ടിരുന്ന് ഇരിക്കും. നെക്സ്റ്റ് ടിപ്പാണ് ജീൻസ് ഹാങ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു DIY ആണ്. ഇത് ഈസിയാണ് ചെയ്യാനായിട്ട്. അത് മാത്രമല്ല നമ്മുടെ കബോർഡിലൊക്കെ കൂടുതൽ സ്പേസ് കിട്ടാനും ഇതുപോലെയുള്ള ടിപ്സ് യൂസ് ചെയ്താൽ നല്ലതായിരിക്കും. ആൻഡ് ആക്ച്വലി എനിക്കും ഈ ജീൻസൊക്കെ ഏത് രീതിയിൽ ഫോൾഡ് ചെയ്യണം അല്ലെങ്കിൽ ഏത് രീതിയിൽ ഹാങ് ചെയ്യണം എന്ന് അറിയത്തില്ലായിരുന്നു. ആൻഡ് ഇത് പഠിച്ചതിന് ശേഷം അടിപൊളിയായിട്ട് ഇപ്പോൾ എല്ലാം ചെയ്യുന്നുണ്ട്. ആൻഡ് അടുത്തൊരു ടിപ്പാണ്, ഒരു DIY ആണ് ഇത്. ജീൻസ് ഹാങ് ചെയ്യുന്ന വേറൊരു DIY ആണ്. എനിക്കിതാണ് കൂടുതൽ, ആദ്യത്തേതും ഓക്കെയാണ്, ബട്ട് കുറച്ചും കൂടി കൂടുതൽ സ്പേസ് കിട്ടുന്നത് എനിക്ക് ഈ ഒരു DIYക്കാണ് തോന്നിയത്. ആൻഡ് ഇത് ഷർട്ട് ഫോൾഡിങ് DIY ആണ്. ആക്ച്വലി എനിക്ക് ഒട്ടും പറ്റാത്തൊരു കാര്യമാണ് ഷർട്ട് ഫോൾഡ് ചെയ്യുന്നത്. ആൻഡ് ഇത് പഠിച്ചതിന് ശേഷം അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് കുറച്ച് മുന്നേ നമ്മൾ ജീൻസിൻ്റെ ഒരു ഹാങ്ങിങ് ആണ് കണ്ടത്. ആൻഡ് ഇത് ഫോൾഡിങ് ആണ്. ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാർഡ്രോബ് അല്ലെങ്കിൽ കബോർഡിലാകട്ടെ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ട്രാവൽ എവിടെയെങ്കിലും പോകണമെങ്കിലോ എന്തെങ്കിലും നമ്മൾ സ്യൂട്ട് കേസിലോ അല്ലെങ്കിൽ നമ്മുടെ ബാഗേജിലൊക്കെ ജീൻസ് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു ടെക്നിക്കാണ്. കാരണം ഇത് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പിന്നീട് ഇത് മാറി വരത്തില്ല. നമ്മൾ ചെയ്തതുപോലെ തന്നെ അങ്ങനെ ഇരിക്കുന്ന ഒരു നല്ല രീതിയിൽ ടൈറ്റനായിട്ടിരിക്കുന്ന ഒരു ഫോൾഡിങ് ടിപ്പാണിത്. ഇത് നമ്മുടെ കബോർഡിൽ വെക്കാനാകട്ടെ ട്രാവൽ ബാഗിൽ വെക്കാനാകട്ടെ അടിപൊളി ഒരു ഹാക്കായിട്ടാണ് എനിക്കിത് യൂസ്ഫുള്ളായിട്ട് തോന്നിയത്. ആൻഡ് ജീൻസ് ഫോൾഡ് ചെയ്യുന്ന മറ്റൊരു ഹാക്കാണിത് ഈ കാണുന്നത്. ഇതും അത്യാവശ്യം ജീൻസ് ഒന്നും നമ്മൾ ഫോൾഡ് ചെയ്തൊന്നും മാറാതെ അത്യാവശ്യം ടൈറ്റായിട്ട് ഇരിക്കുന്ന ഒരു ഫോൾഡിങ് ഹാക്ക് തന്നെയാണ്. ഇവയെല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അത് മാത്രമല്ല നമ്മുടെ കബോർഡ് അല്ലെങ്കിൽ നമ്മുടെ ബാഗേജിലൊക്കെ കൂടുതൽ സ്പേസ് കണ്ടെത്താനും പറ്റുന്ന ഹാക്സ് ആണ് ഈ വീഡിയോയിലുള്ളത്. സോ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു വാച്ച്, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ബൈ.